അവിടെയും ഇവിടെ ഇത് കേട്ടിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും ഞാനത് കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഒരു ധാരണയും എനിക്ക് അതിനെക്കുറിച്ചില്ല. അപ്പോൾ തകർന്നു പോയ ഒരു നിമിഷത്തിലാണ്, വളരെയധികം തകർന്നു പോയ ഒരു നിമിഷമായിരുന്നു അത്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ കോഴിക്കോട് ജില്ലയിലെ തോട്ടുമുഖത്തുനിന്ന് വരുന്നു. എൻ്റെ പേര് സുനിത. ഇതെൻ്റെ കുഞ്ഞ് നേതൻ ജോർജ്. ഞങ്ങൾ 2019 വരെ ദുബായിലായിരുന്നു താമസം. ഞങ്ങൾ കുടുംബത്തോടെ ദുബായിലായിരുന്നു. 2019 4 വയസ്സായ ഞങ്ങളുടെ മോൻ ഒന്നും സംസാരിക്കുന്നില്ലായിരുന്നു. അതിന് പുറമെ അവനെ നമ്മൾ ബലമായിട്ടൊന്ന് നുള്ളിപ്പറിച്ചാൽ പോലും അവനൊന്നും ഒന്നും കരയുകയൊന്നുമില്ല. ആൾ കിടന്ന് പൊളയും, പക്ഷേ ഒന്നും ഒരു ശബ്ദം പോലും ഉണ്ടാക്കില്ല. അങ്ങനെയായിരുന്നു 4 വയസ്സ് വരെ അവൻ. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഡോക്ടറെ ഞങ്ങൾ കാണിച്ചപ്പോൾ അത് ഓട്ടിസമാണ് എന്ന് ഡോക്ടർ കൺഫേം ചെയ്തു. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഞങ്ങൾ കുറച്ച് ദുബായിൽ ശ്രമിച്ചു, പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല. തുടർന്ന് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ദുബായിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഞങ്ങളൊരു നീണ്ട അവധി രണ്ടുപേരും മാറി മാറി എടുക്കാമെന്നുള്ള ധാരണയിലാണ് വന്നത്. അങ്ങനെ മകനെ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു. ഓട്ടിസം കൺഫേംഡായി. അവന് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് വൈഫ് ഡോക്ടറെ കാണിച്ചതിന് ശേഷം വൈഫ് തിരിച്ച് ദുബായിലേക്ക് പോയി. അപ്പോൾ 2018 അവസാനം മുതൽ വൈഫ് കുറച്ച് ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ടായിരുന്നു, ശാരീരിക ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം വളരെ നിസ്സാരവൽക്കരിച്ച് ഞങ്ങൾ വിട്ടിരുന്നു. അങ്ങനെ 2019 മോനെയും എന്നെയും ഞാനും നാട്ടിൽ നിൽക്കുന്ന സമയത്ത് വൈഫ് തിരിച്ച് ദുബായിലേക്ക് പോയി. ദുബായിൽ വെച്ച് വീണ്ടും ടെസ്റ്റുകൾ നടത്തിയപ്പോൾ ഡോക്ടർമാർക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നാട്ടിൽ നിന്നൊരു ഡോക്ടർ പറഞ്ഞ പ്രകാരം ഞങ്ങൾ ക്രിയാറ്റിൻ ചെക്ക് ചെയ്തപ്പോൾ ക്രിയാറ്റിൻ ലെവൽ 8 ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് വൈഫിനെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. നാട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ വെല്ലൂർ CMCയിലേക്ക് പോയി. മക്കളെയെല്ലാം എൻ്റെ പ്രായമായ അച്ഛൻ്റെയും പപ്പയുടെയും മമ്മയുടെയും അടുത്ത് നിർത്തിയിട്ട് ഞങ്ങൾ വെല്ലൂർ CMCയിലേക്ക് പോയി. അങ്ങനെ വെല്ലൂർ CMCയിൽ ഞങ്ങൾ അവിടുത്തെ നെഫ്രോളജിസ്റ്റിനെ കണ്ടു. അദ്ദേഹം കൺസൾട്ട് ചെയ്തതനുസരിച്ചിട്ട് ഏകദേശം ഒരാഴ്ചത്തെ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അത് കിഡ്നി സംബന്ധമായിട്ടല്ല, മറ്റെന്തോ ആണെന്ന് പറഞ്ഞു. കൂടുതൽ ടെസ്റ്റ് നടത്തി. അതിനുശേഷം അവർ കൺഫേം ചെയ്തു ഇതൊരു ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസറാണ്, മൾട്ടിപ്പിൾ മൈലോമ എന്ന ബ്ലഡ് ക്യാൻസറാണെന്ന് കൺഫേം ചെയ്തു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാനൊരു ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ കണ്ടിട്ടേ ഇല്ല. ക്യാൻസർ എന്ന് കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവിടെയും ഇവിടെ ഇത് കേട്ടിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും ഞാനത് കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഒരു ധാരണയും എനിക്ക് അതിനെക്കുറിച്ചില്ല. അപ്പോൾ തകർന്നു പോയ ഒരു നിമിഷത്തിലാണ്, വളരെയധികം തകർന്നു പോയ ഒരു നിമിഷമായിരുന്നു അത്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ തകർന്നു നിൽക്കുകയാണ്. ആ അവസരത്തിലാണ് ഭാര്യയുടെ ഒരു ബന്ധു, അവരിവിടെ ആലപ്പുഴയുള്ളവരാണ്, അവർ ഞങ്ങളോട് പറഞ്ഞു കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കൂ, എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ തീരുമാനങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനിച്ച നിമിഷം മുതൽ എനിക്ക് ബലം അത് എൻ മാതാവ് എനിക്ക് തന്നുകൊണ്ടിരുന്നതാണ്. ആ നിമിഷം മുതൽ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ച നിമിഷം മുതൽ എന്ത് ചെയ്യണമെന്ന് അതുവരെ ഒരു ധാരണയുമില്ലായിരുന്നു എനിക്ക്. എന്ത് ചെയ്യണമെന്നുള്ള ധാരണകൾ ഓരോരുത്തരായി തരാൻ തുടങ്ങി. ഓരോരുത്തരുടെയും മാതാവ് ഇടപെട്ടു. ഞങ്ങളെ വൈഫിനെ ചികിത്സിച്ച ഡോക്ടറടക്കം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ത് ചെയ്യണം മുന്നോട്ട് എന്ന്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. രോഗകാര്യത്തെക്കുറിച്ചായിരുന്നില്ല, ഞങ്ങളുടെ കുടുംബം എങ്ങനെ നിലനിർത്തണം എന്നതിനെക്കുറിച്ചായിരുന്നു ഡോക്ടർ പറഞ്ഞു തന്നത്. കാരണം ഞങ്ങളിപ്പോൾ എനിക്ക് തിരിച്ച് ദുബായിലേക്ക് പോയേ പറ്റുള്ളൂ. കാരണം സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ തകർന്നു പോകും, ഞങ്ങൾ രണ്ടുപേരും ജോലിയില്ലാതായി പോകും. അപ്പോൾ മക്കൾ ഒരിടത്താകും, ഭാര്യയെ വെല്ലൂർ നിർത്തണം, ഞാൻ ദുബായിലാകും. അന്ന് അവന് 4 വയസ്സേ ഉള്ളൂ. ഞങ്ങൾ വേറെ 2 മൂത്ത കുട്ടികളുണ്ട്. അവരെല്ലാം വളരെ ചെറുപ്പമാണ്. ഒരിക്കലും ഞങ്ങളെ വേർപെട്ട് നിന്നിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിന്ന സമയത്ത് ഡോക്ടറായിട്ടും ഞങ്ങളുടെ ഇടപെടുന്ന പലരിലൂടെയും ഞങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസ് തന്നുകൊണ്ടിരുന്നു.
അങ്ങനെ 2019 സെപ്റ്റംബറിൽ ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് പോയി. വൈഫ് അന്നേരം വെല്ലൂർ CMCയിലാണ്, അവിടെ താമസിച്ച് ചികിത്സയിലാണ്. ഞാൻ നാട്ടിൽ ചെന്നു. എൻ്റെ മകന് അന്നേരവും ട്രീറ്റ്മെൻറ്റൊന്നും കാര്യമായിട്ട് തുടങ്ങിയിട്ടില്ല. ഞാൻ അവന് ഇവിടെ നിന്ന് കിട്ടിയ വിശുദ്ധ തൈലം അവൻ്റെ നെറ്റിയിൽ പുരട്ടി അവൻ്റെ തലയിൽ കൈവച്ച് ഞങ്ങൾ 3 പേര്, എൻ്റെ 2 മക്കളും ഞാനും അടക്കം നിന്ന് അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് ഒരു ശീലമാക്കി എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ തിരിച്ച് ദുബായിലേക്ക് പോയ സമയത്ത് ഞാൻ ഇത് തന്നെ എൻ്റെ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോയി, ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അതിൻ്റെ കൂടെ അവനോട് ജ്ഞാനം എന്ന ബുക്കിൽ നിന്നുള്ള ഒരു വചനം പറയാൻ പറഞ്ഞു. ജ്ഞാനം 10:21. ജ്ഞാനമുകളുടെ വാ തുറക്കുകയും ശിശുക്കളുടെ നാസ്ഫുടമായി സംസാരിക്കാൻ കഴിയുകയും ചെയ്തു. ഈ വചനവും അവൻ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചു. ഇന്ന് അവന് ഒരു കുഴപ്പവുമില്ല. അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു മിടുക്കനായ കുട്ടിയായിട്ട് ഞങ്ങളുടെ നാട്ടിലെ അത്യാവശ്യം പ്രശസ്തമായ ഒരു സ്കൂളിൽ, CBSE സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. എൻ്റെ ഭാര്യ അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ കാശുരൂപം എൻ്റെ ഭാര്യയെ ഏൽപ്പിച്ചു. അവിടെ നിരവധിയായ ടെസ്റ്റുകൾ അവൾ തന്നെയായിരുന്നു എല്ലാ സമയത്തും. എനിക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാ സമയത്തും ആ കാശുരൂപം അവളുടെ കയ്യിലുണ്ടായിരുന്നു. തന്നെത്താനെ രാത്രിയിലും പകലുമായി പല ടെസ്റ്റുകൾക്കും അവൾ പോയി. ഓരോ സമയത്തും ആ കാശുരൂപം അവൾ കയ്യിൽ പിടിച്ച് അതിൽ മുറുക്കെ പിടിച്ച് അതിൽ പ്രാർത്ഥിച്ച് അങ്ങനെയായിരുന്നു ഓരോന്നിനും പോയിക്കൊണ്ടിരുന്നത്. ഈ കാശുരൂപവും പിടിച്ച് അവൾ ഓരോ ടെസ്റ്റുകൾക്കും പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ദുബായിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്, മാതാവേ നീ കൂടെയുണ്ട്, എന്നെക്കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ വെറും ഒരു മനുഷ്യനാണ്, എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവൾക്ക് അവളുടെ കൂടെ നീ മാത്രമേ ഉള്ളൂ, നീ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു പോരാൻ കഴിയുള്ളൂ എന്ന ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രാർത്ഥനയുടെ ഫലമായി അവളുടെ എല്ലാ പ്രതിസന്ധികളും ഒറ്റയ്ക്കാണ് അവൾ കൈകാര്യം ചെയ്തു വന്നത്. ഞാൻ മാതാവ് കൂടെ നിന്ന് അങ്ങനെ ഏകദേശം 1.5-2 വർഷത്തോളം അവളുടെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇന്ന് അവൾക്ക് പരിപൂർണ സൗഖ്യം ലഭിച്ചിരിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനും എൻ്റെ മക്കളും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന കൃപാസനം പത്രം എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കൊടുക്കുമായിരുന്നു. ഞാൻ കാണുന്നവരോടെല്ലാം, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന എല്ലാ അവസരങ്ങളിലും ഞാൻ ഈ കൃപാസനം മാതാവിനെക്കുറിച്ചും ഞങ്ങൾക്ക് കൃപാസനം മാതാവ് വഴി ലഭിച്ച ഈ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് തന്ന ബലങ്ങളെക്കുറിച്ചും ശക്തികളെക്കുറിച്ചും എല്ലാം സംസാരിക്കുവാനുള്ള സാഹചര്യം